أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف سيدنا محمد وعلى آله وصحبه أجمعين. ഇനി എവിടെ നിന്ന് എടുക്കാനുള്ളത്? ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ അല്ലേ? നമ്മളെന്താ പറഞ്ഞിരുന്നത്? ഇൽത്തിഖാഉ സാക്കിനൈനി പറ്റാത്ത സ്ഥലങ്ങൾ, അഥവാ ആദ്യം മുതൽ കണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൽത്തിഖാഉ സാക്കിനൈനി ജായിസാകുന്ന സ്ഥലങ്ങൾ ആദ്യം പറഞ്ഞ്, എന്നിട്ട് പിന്നെ ജായിസാവാത്ത സ്ഥലങ്ങൾ, ഇൽത്തിഖാഉ സാക്കിനൈനി ജായിസാവാത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് സുക്കൂൻ കണ്ടുമുട്ടിയാൽ ജായിസാകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അഥവാ ജായിസാകുന്ന സ്ഥലം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്നുകിൽ ആദ്യത്തെ അക്ഷരം, ഈ സാക്കിനൈനിയിലെ ആദ്യത്തെ അക്ഷരം തൈക്കാരം മദ്ദിന്റെ അക്ഷരൈക്കാരം, അല്ലെങ്കിൽ ആവൂല. മദ്ദിന്റെ അക്ഷരമാണ് എങ്കിൽ അവിടെ ആ മദ്ദിന്റെ അക്ഷരത്തിനെ കളയാണ് ചെയ്യുക. അഥവാ രണ്ട് സുക്കൂൻ കണ്ടുമുട്ടാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അതിൽ നിന്ന് കഴിച്ചിലാവണല്ലോ. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നുകിൽ ആദ്യത്തെ ഒന്നിനെ കളയല്, അല്ലെങ്കിൽ ഒരാൾക്ക് ഹർക്കത്ത് കൊടുക്കല്. രണ്ടാലൊരു മാർഗമാണ് സ്വീകരിക്കാൻ പറ്റുക. അപ്പോൾ കളയൽ എപ്പോഴാന്ന് വെച്ചാൽ ആ ആദ്യത്തെ അക്ഷരം മദ്ദിന്റെ അക്ഷരമാണെങ്കിലാണ് കളയുക. രണ്ട് സാക്കിനൈനിലെ ആദ്യത്തെ അക്ഷരം മദ്ദിന്റെ അക്ഷരമായി വരുമ്പോഴാണ് കളയുക. നമ്മൾ പറഞ്ഞു. ഈ മദ്ദിന്റെ അക്ഷരമല്ല എങ്കിൽ എന്ത് ചെയ്യണം? മദ്ദിന്റെ അക്ഷരമല്ല എങ്കിൽ ആ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ഹർക്കത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോ ആദ്യത്തെ അക്ഷരത്തിലേക്ക് ഹർക്കത്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത്. അവിടുന്ന് ഇസ്തിസ്ന, രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ കണ്ടുമുട്ടി ഒന്നാമത്തെ മദ്ദത്തല്ല എങ്കിൽ ആ ആദ്യത്തെ അക്ഷരത്തിലേക്ക് എന്ത് കൊടുക്കണം? ഹർക്കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഇസ്തിസ്ന ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ, ഇൻ ത്വൽഖ പോലോത്തതിൽ ഒഴികെ. ഇൻ ത്വൽഖ പോലോത്തത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് കാണാത്തൊരു പ്രയോഗമാണത്. ഇൻ ത്വൽഖ അത് ചില കവിതകളിൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പദങ്ങള് ഇതുപോലെയുള്ളതാണ്. അടുത്ത് പറയണ്ടേ, ആ മത്തിന് വായിച്ചു നോക്കി. ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ വലം യൽദഹു. അപ്പൊ ലം യലിദ്ഹു, അവിടെ ലം യൽദഹു എന്ന് ഒരു കവിതയിൽ വന്നതാണ്. ആ കവിത നമ്മളെ ഷർഹിൽ വരുന്നുണ്ട്, ജാറബർദി പറയുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ, ഇൻ ത്വൽഖ പോലോത്തതിൽ ഒഴികെ. ഷർഹ് ഖൗലുഹു ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ ഐ ഹുർരിക്കൽ അവ്വലു ഫി ജമീഇ സുവരി ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ ഇലാ ആഖിരിഹി. ശാരിഹ് കുറെ മുമ്പ് പറഞ്ഞു പോയതാണ്. എന്ത്? ഒന്നാമത്തതിനിക്ക് ഹർക്കത്ത് കൊടുക്കണമെന്ന് കുറച്ച് പേജ് മുമ്പ് പറഞ്ഞു പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വന്നില്ലേ, കുറച്ച് ചർച്ചകൾ ശാരിഹ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖന്റെ അവിടെ നിന്ന് ഈ ഇസ്തിസ്ന എങ്ങട്ടാണെന്ന് കിട്ടണമല്ലോ. അപ്പൊ അതിന് ശാരിഹ് എന്തോന്ന് വ്യക്താക്കാണ്. ഐ ഹുർരിക്കൽ അവ്വലു, ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് അഥവാ ഈ രണ്ട് സാക്കിനുകളിൽ ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് ഹർക്കത്ത് കൊടുക്കപ്പെടും. ഫി ജമീഇ സുവരി, എല്ലാ സൂറത്തുകളിലും ഈ ആദ്യത്തെ അക്ഷരത്തിനിക്ക്, എല്ലാ സൂറത്തുകളും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരം മദ്ദത്തല്ലാത്ത എല്ലാ സൂറത്തുകളിലും എന്ത് ചെയ്യണം? ആദ്യത്തെ അക്ഷരത്തിനിക്ക് ഹർക്കത്ത് കൊടുക്കണം. ഇല്ലാ ഫി നഹവി ഇൻ ത്വൽഖ, ഇൻ ത്വൽഖ പോലോത്തതിൽ ഒഴികെ. ഇലാ ആഖിരിഹി, അതിന്റെ അവസാനം വരെ നീ പറഞ്ഞോ, എന്തെങ്കിലും അവിടെ സങ്കല്പിച്ചാൽ മതി. ഇലാ ആഖിരിഹിന്റെ മുത്താലക്ക് അതിന്റെ അവസാനം വരെ നീ പറഞ്ഞോ എന്ന് സങ്കല്പിക്കാം. ഇനി ഇൻ ത്വൽഖ പോലോത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വഹുവ കുല്ലു മൗളിഇൻ ഇജ്തമഅ ഫീഹി, കുല്ലു മൗളിഇൻ ഇജ്തമഅ ഫീഹി എന്ന് കൂട്ടി വെച്ചാ കുല്ലു മൗളിഇൻ ഇജ്തമഅ ഫീഹി സാകിനാനി ബിഇസ്കാനിൽ അവ്വലി ലിഗറളിൻ ഫലൗ ഹുർരിക ലസാലൽ ഗറളു അല്ലദി ലിഅജ്ലിഹി സുക്കിന ഫയസിറു അഅമാലൻ മുതഅദ്ദിദതൻ
ഫല ഫായിദത ഫീഹാ. അപ്പോ ഇൻതൊൽക്ക പോലോത്തത് എന്ന് പറഞ്ഞാൽ അത് പോലോത്തത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞുതരാണ് ശാരിഹ്. വഹുവ കുല്ലു മൗളിഇൻ, എല്ലാ സ്ഥലവുമാണ്. എങ്ങനത്തെ സ്ഥലമാണ്? ഇജ്തമഅ ഫീഹി സാകിനാനി, അവിടെ രണ്ട് സുക്കൂനുള്ള അക്ഷരം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തിന്റെ കാരണം കൊണ്ട് രണ്ട് സുക്കൂനുള്ള അക്ഷരം ഒരുമിച്ച് കൂടി? ബി ഇസ്കാനിൽ ഔവലി, ഒന്നാമത്തതിനിക്ക് സുക്കൂൻ കൊടുത്ത കാരണം കൊണ്ട്. അപ്പൊ രണ്ട് സുക്കൂനുള്ള അക്ഷരം ഒരുമിച്ച് കൂടി. അത് രണ്ട് സുക്കൂൻ കണ്ടുമുട്ടാൻ കാരണം അതിൽ ഒന്നാമത്തിന് സുക്കൂൻ അല്ലായിരുന്നു. പിന്നെ ബി ഇസ്കാനിൽ ഔവലി ലിഗറളിൻ, ഒരു ആവശ്യത്തിനും വേണ്ടി, ഒരു ഉദ്ദേശത്തിനും വേണ്ടിയിട്ട് ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് സുക്കൂൻ ചെയ്യപ്പെട്ടു. അത് കാരണം കൊണ്ട് രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് കൂടിയ ഏത് സ്ഥലവും, അതാണ് ഇവിടെ ഇൻതൊൽക്ക പോലത്തോണ്ട് ഉദ്ദേശം. അതൊന്നും കൂടി വ്യക്തമാക്കിയാൽ, ഒരു പദം അവിടെ രണ്ടക്ഷരമുണ്ട്, അതിൽ ഒന്നാമത്തെ അക്ഷരത്തിന് ഹർക്കത്തായിരുന്നു. പക്ഷേ ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ ആദ്യത്തിന്റെ ഹർക്കത്തിനെ കളയേണ്ട ഒരു ആവശ്യം വന്നു. ഒരു ഒറള അതിനോട് ബന്ധിച്ചു. അപ്പൊ ആദ്യത്തിന്റെ ഹർക്കത്തിനെ കളഞ്ഞു. അങ്ങനെ എന്തായി? രണ്ട് സുക്കൂന് കണ്ടുമുട്ടലുണ്ടായി. രണ്ടാമത്തത് ഓൾറെഡി സുക്കൂനാണ്. അങ്ങനത്തെ ഏത് സ്ഥലത്തും അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? അതിനൊരു കാര്യം മനസ്സിലാക്കാം, അപ്പൊ തന്നെ മനസ്സിലാക്കാം. അപ്പൊ അവിടെ ഇനി ഒന്നാമത്തിന് ഹർക്കത്ത് കൊടുക്കാൻ പറ്റുമോ? അതായത് ഒരു ആവശ്യം ഉണ്ടായിട്ട് ഒന്നാമത്തിന് ഹർക്കത്ത് എടുത്ത് കളഞ്ഞതാണ്. ഇനി ഹർക്കത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും എന്ത് ഒന്നാമത്തിന് ഹർക്കത്ത് ചെയ്യപ്പെടുകയില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകൂടി, വഹുവ, ആ പോലോത്തത്, ഇന്തൊൽക്ക പോലോത്തതാകുന്നത് കുല്ലു മൗളിഇൻ, എല്ലാ സ്ഥലവുമാണ്. എങ്ങനത്തെ സ്ഥലമാണ്? ഇജ്തമഅ ഫീഹി, അവിടെ അതിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്ത്? അസ്സാക്കിനാനി, രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ. അപ്പൊ എന്തേ കാരണം? രണ്ട് സുക്കൂനുള്ള അക്ഷരം ഒരുമിച്ച് കൂടാൻ കാരണം ബി ഇസ്കാനിൽ ഔവലി, ഒന്നാമത്തെ അക്ഷരത്തിലേക്ക് സുക്കൂൻ ചെയ്യപ്പെട്ട കാരണം കൊണ്ട്. അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലായി, അതിന് ഹർക്കത്തായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഒന്നാമത്തിന് സുക്കൂൻ ചെയ്യപ്പെട്ടത്? ലിഗറളിൻ, ഒരാവശ്യം ഉണ്ടായതിനു വേണ്ടി. അപ്പൊ ഒരാവശ്യത്തിന് വേണ്ടി ഒന്നാമത്തിന് സുക്കൂൻ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ രണ്ട് സുക്കൂൻ കണ്ടുമുട്ടിയതാണ്. ഇനി അവിടെ ഒന്നാമത്തിന് ഹർക്കത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്താ? വീണ്ടും പണി കൂടുക ചെയ്യുക. അതായത് ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിലേക്ക് വീണ്ടും എത്തും ഇനി ഹർക്കത്ത് കൊടുത്താല്. അത് ഈ പറയുന്നുണ്ട്. അപ്പൊ അതാ പറയണത് ഫലൗ ഹുർരിക, അപ്പൊ ഒന്നാമത്തെ അക്ഷരത്തിന് ഹർക്കത്ത് നൽകപ്പെട്ടാൽ ലസാലൽ ഗറളു അല്ലദി ലിഅജ്ലിഹി സുക്കിന, ആ ആവശ്യം, ആ ഗറള് നീങ്ങിപ്പോകും. എങ്ങനത്തെ ഗറളാണ്? ലിഅജ്ലിഹി സുക്കിന, ഈ ഒന്നാമത്തെ അക്ഷരത്തിനിക്ക് ആ ഗറളിന്റെ കാരണത്താലാണ് സുക്കൂൻ ചെയ്യപ്പെട്ടത്. ആ ഗറൾ അവിടെ നീങ്ങിപ്പോകും. മനസ്സിലായേ? തഖ്ഫീഫൊക്കെ ഇക്കാരം. ഒന്നാമത്തവും ഒരുപോലത്തെ രണ്ടക്ഷരം ഒരുമിച്ച് കൂടുമ്പോ സിഖലുണ്ടാകും. അപ്പൊ പരമാവധി ഈ ഇദ്ഗാമോട് എന്തിട്ടും? തഖ്ഫീഫ് കിട്ടും. മനസ്സിലായല്ലോ? കളയാനാണെങ്കിൽ കോലില്ല, കളയലാണ് ഒന്നും കൂടി നല്ല തഖ്ഫീഫ്. അതിപ്പോ മദ്ദത്താണെങ്കിലേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരുപോലത്തെ വരുമ്പോ അങ്ങനെ പറ്റൂല. മറ്റു സ്ഥലങ്ങൾ ചിലത് വന്നിട്ടുണ്ട്, മസിസ്തൂലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? എങ്ങനെയെങ്കിലും ഇദ്ഗാമിന് വച്ച് നോക്കും. ഇദ്ഗാം കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? തഖ്ഫീഫ് ലഭിക്കും. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ ആദ്യത്തെ ഇതിന്റെ ഹർക്കത്തിനെ കളയണത്, അവിടുന്ന് നീക്കം ചെയ്യണത്. അപ്പോ ഇദ്ഗാം ചെയ്താൽ തഖ്ഫീഫ് ലഭിക്കും. അപ്പോ ഈ ഒരുമിച്ച് കൂടിയ ഒരുപോലത്തെ രണ്ടക്ഷരം ഒരുമിച്ച് കൂടിയതിനാൽ ഉണ്ടായ സിഖല് കുറഞ്ഞിട്ടും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി വായിക്ക്. ഫലൗ ഹുർരിക ലസാലൽ ഗറളു അല്ലദി ലിഅജ്ലിഹി സുക്കിന, ആ ആദ്യത്തെ അക്ഷരത്തിന് ഹർക്കത്ത് നൽകപ്പെട്ടാൽ സുക്കൂൻ ചെയ്യപ്പെട്ടത് എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ആ ഉദ്ദേശം അവിടെ നീങ്ങിപ്പോകും. അപ്പൊ ഫയസീറു, അതാകും അഅമാലൻ മുതഅദ്ദിദതൻ, മുതഅദ്ദിദതായ അമലുകളാകും. മനസ്സിലായില്ലേ? അതെങ്ങനെ മുതഅദ്ദിദതായ അമൽ എങ്ങനെ ഉണ്ടാവുക? ആദ്യം ഹർക്കത്തായിരുന്നു, തഖ്ഫീഫിന് വേണ്ടി സുക്കൂൻക്ക് പോയി, ഇനി ഹർക്കത്ത് കൊടുത്താൽ പിന്നെ തഖ്ഫീഫ് ആവശ്യം വന്നു. അപ്പൊ അങ്ങനെ പോവും. അപ്പൊ അത് നടക്കണ്ട. ഫലാ ഫായിദത ഫീ ഹാദിൽ, ഫായിദേ ഇല്ല. എത്ര പണിയുണ്ട്, ഇപ്പൊ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ?
ഇനി ഇൻതൊൽക്കന്റെ കഥ പറഞ്ഞുതരാം. ഇൻതൊൽക്കന്റെ അസൽ എന്താ? ആർക്കും പറയാൻ പറ്റുമോ? ഇൻതൊൽക്കന്റെ അസൽ എന്താ? ഇപ്പോഴെങ്കിൽ മനസ്സിലായത്, പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാവോ? ഇൻതൊൽക്കന്റെ അസല്, ഇൻതൊൽക്ക എന്നതിന്റെ അസല് ഇൻതൊലിക്ക് എന്നാണ്. അപ്പൊ ഇൻതൊലക്കാറ പോകുക എന്നല്ലേ. അപ്പൊ ഇൻതൊലിക്ക് നീ പോ എന്നായി അർത്ഥം. അസുലു ഇൻതൊൽക്ക, ഇൻതൊൽക്ക എന്നതിന്റെ അസുലാകുന്നത് ഇൻതൊലിക്ക്, ഇൻതൊലിക്ക് എന്നാണ്. അപ്പൊ ഇൻതൊൽക്കന്റെ അസല് ഇൻതൊലിക്ക് എന്നാണ്. തന്നെ ബിക്കസ്രിൽ ലാമി, ലാം കലിമത്തിനിക്ക് കസർ കൊണ്ടായ സ്ഥിതിയിൽ, സുക്കൂനിൽ ഖാഫി, ഖാഫിനിക്ക് സുക്കൂൻ കൊണ്ടുമായ സ്ഥിതിയിൽ. മനസ്സിലായ? ഇനി ഇൻതൊലിക്ക് എങ്ങനെ ഇൻതൊൽക്കായി? ആർക്കും പറയാൻ പറ്റുമോ? ഇൻതൊലിക്ക് എങ്ങനെ ഇൻതൊൽക്കായി? പറയാൻ പറ്റുമോ? ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഇൻതൊലിക്ക് എന്നതില് അത്തോലീഖ് എന്നത് ഹംസിനൂന് സായിദ് വിട്. തോലീഖ് എന്നത് അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്തിന് നമ്മൾ പരിഗണിക്കാറില്ലല്ലോ. അവസാനത്തെ അക്ഷരത്തിന്റെ ഹർക്കത്ത് നമ്മൾ പരിഗണിക്കാറില്ല. അപ്പൊ തോലീഖ് എന്നത് കെത്തിഫിനോട് സാദൃശ്യതണ്ടല്ലോ. അതാ രൂപത്തില്, അതാ ഹലുറേസിയിലൊക്കെ ഫിസൂറ രൂപത്തിൽ കെത്തിഫിനോട് സാദൃശ്യതണ്ട്. ഹലുറേസിയുടെ അപ്പോ കെത്തിഫിനോട് സാദൃശ്യതണ്ട്. കെത്തിഫിലാണ് എന്ത് പരിപാടി നടക്കലുണ്ട്? കെത്തിഫ് നാക്കാറുണ്ട്. തഖ്ഫീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കെത്തിഫ് നാക്കാറുണ്ട്. അപ്പോ അതേ ഒരു പരിപാടി ഇവിടെയും ഇൻതൊലിക്ക് എന്നുള്ളത് ഇൻതൊലക്ക് എന്നാക്കും. കെത്തിഫിലെ ആ നടുക്കത്തെ താന്റെ സുക്കൂൻ കൊടുത്തതുപോലെ ത്വലിഖ് എന്നതിലെ ആ ലാമിനിക്ക് സുക്കൂൻ കൊടുക്കും. അപ്പൊ ഇൻതൊൽക്ക് എന്നാക്കും. മനസ്സിലായില്ലേ? ഇനി എങ്ങനെ ഇൻതൊൽക്കാന്നായത്? ഇതെന്തിനാ ചെയ്യണത്? ഈ സുക്കൂൻ എന്തിനാ കെത്തിഫിനോട് സാദൃശ്യമാക്കിയിട്ട് സുക്കൂൻ കൊടുത്തത് എന്തിനാ? തഖ്ഫീഫിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ തഖ്ഫീഫിനും വേണ്ടിയിട്ട് ഇൻതൊൽക്ക് എന്നാക്കി. ഇനി ഇൻതൊൽഖാന്ന് എങ്ങനെ ആയത്? എന്തുകൊണ്ട് ഇൻതൊൽഖീന്നായില്ല, അല്ലെങ്കിൽ ഇൻതൊൽഖൂന്നായില്ല? അപ്പൊ അത് എന്തെന്ന് വെച്ചാൽ, ഈ ഇൻതൊൽഖീ എന്ന് പറഞ്ഞാൽ കസർ വീണ്ടും വന്നു. അതായത് ലാമിന്റെ അവിടെ ഈ കസർ ഒരു ഭാരാണ് അല്ലെ, കസറുൽ ലമ്മ് ഭാരാണ്. ഈ ത്വലിഖ് കെത്തിഫ്, ഇപ്പൊ കെത്തിഫിലും എന്തുകൊണ്ട് കസർ ഭാരായതുകൊണ്ടാണല്ലോ കെത്തിഫിലേക്ക് പോണത്. അപ്പൊ ത്വലിഖിലും ആ ഒരു കസറിന്റെ ഒരു ഭാരമുണ്ട്. അപ്പൊ അവിടുന്ന് മോചനം ലഭിക്കാനാണ്, കസറമെന്ന് മോചനം ലഭിക്കാനാണ് സുഖം കൊടുത്തത്. അപ്പൊ അങ്ങനെ ത്വലിഖിന്റെ അവിടെ പണി എടുത്തിട്ടാണ് ത്വലിഖ് എന്നായത്. അപ്പൊ കസർ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഇനി കാഫ്, അവസാനത്തെ അക്ഷരമായ കാഫിന് കസർ കൊടുത്താൽ വീണ്ടും ഈ വണ്ടി വലി എടുത്തോണ്ടിരല്ലേ, ഈ ഭാരം വീണ്ടും വലിച്ചോണ്ടിരല്ലേ. അപ്പൊ കസർ അപ്പൊ വേണ്ട. മനസ്സിലായില്ലേ? സംഗതി തഖല്ലുസിന്റെ അസല് കസറാണ്. തഖല്ലുസിന്റെ അസല് അപ്പൊ കസർ കൊടുക്കാൻ നോക്കും. അപ്പൊ അതിന് പറയുന്നത് കസർ കൊടുത്താൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മള് ഈ ഒരു ഭാരം ഉണ്ടായിട്ടാണ് കസറിനെ ഒഴിവാക്കിയ ഓരോരുത്തുനിന്ന്. ഈ വണ്ടി വലിയും വീണ്ടും വലിച്ചോണ്ടിരാ, അത് നടക്കൂലല്ലോ. അപ്പോ കസർ വേണ്ട. എന്നാ പിന്നെയുള്ള ലമ്മാണ്. ലമ്മോ, ലമ്മ് ഭാരാണ്. ഓൾറെഡി ഏറ്റവും ഭാരമുള്ള ഹർക്കത്താണ് ലമ്മ്. അപ്പൊ ഇൻതൊൽഖു എന്ന് പറയുമ്പോ ഭാരം തന്നെയാണ്. പിന്നെ ഏറ്റവും ഭാരമില്ലാത്തത് ആരാ? ഫത്തഹാണ്. ഫത്തഹ് കൊണ്ടുവരുമ്പോ രണ്ട് ഉപകാരമുണ്ട്. അതായത് രണ്ട് ന്യായം ഇവിടെ പറയാൻ പറ്റും. ഒന്ന് ഭാരമില്ലാത്ത ഹർക്കത്താണെന്നുള്ളതുകൊണ്ട്. മറ്റൊരു ന്യായം, ഇത് ഷറഹിലൊക്കെ പറയുന്ന ഒരു ന്യായം ഉണ്ട്. എന്ത്? ഇൻതൊൽഖ ആ തോ മുമ്പത്തെ ഹർക്കത്താരാ? അതായത് ഖാഫിനോട് അടുത്ത ഹർക്കത്തുള്ള അക്ഷരാരാ? അല്ല, അടുത്ത ഹർക്കത്താരാ? ഇൻതൊൽഖ എന്ന് പറയുമ്പോ ഈ ഖാഫിനോട് അടുത്ത് നിൽക്കുന്ന ഹർക്കത്താരാ? ഫത്തഹ് അല്ലേ? ഇൻതൊൽഖ എന്ന് പറയുമ്പോ ഒരു കസറും ഒരു ഫത്താണ് മുമ്പുള്ളത്. അതിൽ അടുത്ത് നിൽക്കുന്ന ആരാണ്? ഫത്തഹാണ്. അപ്പൊ അഖറബുൽ മുതഹരികാത്തി ഇലൈഹിയോട് ഇത്ബാ ചെയ്തതിന് വേണ്ടി എന്നാ പറയാ. ഈ ഖാഫിനോട് ഹർക്കത്തുള്ള അക്ഷരങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അക്ഷരത്തിന്റെ ഹർക്കത്ത്, ആ ഹർക്കത്തിനോട് ഈ ഖാഫിനെ പിന്തുടർത്തിയതിന് വേണ്ടി അവിടെ ഫത്തഹാണ്. ഇൻതൊൽഖ. ഓക്കെ. അപ്പൊ അങ്ങനെ ഖാഫിന് ഫത്തഹ് കൊടുത്തു. അതാണ് ഷാരിഹ് പറയണത്. അപ്പൊ ഫഅശ്ബഹു, അറബികൾ അല്ലെ അയിമ്മത്ത് സാദൃശ്യമാക്കി ത്വലിഖ്, ഇൻതൊലിഖ് എന്നതിനെ ത്വലിഖ് എന്നതിനെ സാദൃശ്യമാക്കി ബിക്കത്തിഫിൻ,
കത്തിഫ് എന്നതിനോട് സാദൃശ്യമാക്കി. അവിടെ ഒരു പ്രശ്നമുണ്ട്, അഷ്ബഹ ലാസിമാണ് അല്ലേ? അഷ്ബഹ ലാസിമല്ലേ? അപ്പൊ എന്ത് പറയേണ്ടിയിരുന്നു? സാദൃശ്യമായെന്ന് അർത്ഥമുള്ളൂ. മുൻജിദിലൊക്കെ നോക്കിയാൽ കാണാം, കാന മിസ്ലൻ, മിസ്ല അഷ്ബഹ എന്ന് പറഞ്ഞാൽ കാന മിസ്ലൻ, അഷ്ബഹു എന്ന് പറഞ്ഞാൽ കാന മിസ്ലൻ ലഹു, അല്ലെ കാന മിസ്ലഹു, അതിന്റെ മിസ്ലായി. അപ്പൊ അഷ്ബഹ എന്നുള്ളത് ലാസിമാണ്. ഇവിടെ എന്താണ് ഷബ്ബഹു എന്നുള്ള ആ മുത്താദ്യ അർത്ഥമാണ് വേണ്ടത്. അപ്പൊ അതിന് ഷബ്ബഹു എന്ന് പറയണം. അവിടെ അടിയിലുള്ള താഴത്തുള്ള ഷർഹിലും മറ്റു കിതാബുകളിലൊക്കെ കമാൽ, ഷർഹുൽ കമാൽ ഉണ്ട്, നല്ല ഷർഹാണ്, അതിലൊക്കെ ഷബ്ബഹു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താക്കണം, അഷ്ബഹു എന്നുള്ളത് ഷബ്ബഹു എന്നാണെന്ന് വെക്കണം, നുസ്ഖ പ്രശ്നീകാരം. അപ്പൊ ഫ ഷബ്ബഹു എന്ന് വേണമായിരുന്നു. ഏതായാലും വായിക്ക, ഫ അഷ്ബഹു, അറബികൾ അവർ സാദൃശ്യപ്പെടുത്തി, ത്വലിഖ് എന്നതിനെ സാദൃശ്യപ്പെടുത്തി. ആരോട്? ബി കത്തിഫിൻ, കത്തിഫ് എന്നതിനോട് സാദൃശ്യപ്പെടുത്തി. എന്തിന്റെ വിഷയത്തിലെ സാദൃശ്യത? രൂപം. അതായത് കത്തിഫിനോട് സാദൃശ്യം എന്തിനാ? രൂപത്തില്. മനസ്സിലായില്ലേ? അപ്പൊ രൂപത്തിൽ സാദൃശ്യത ആകുമ്പോ നമുക്കുണ്ടല്ലോ ഒരു പരിപാടി, സാദൃശ്യത ഉള്ള വസ്തുവിന്റെ ഹുക്കുമ് മറ്റാൾക്ക് കൊടുക്കണത്, അഹദുൽ മുത്തശാബിഹിന്റെ ഹുക്കുമ് മറ്റാൾക്ക് കൊടുക്കും. എല്ലാതും അല്ല, അങ്ങനെ കൊടുക്കാറുണ്ടല്ലോ. പോതഞ്ചാലൊക്കെ ഇദ്ഗാം ചേരുമ്പോ ഈ എന്താണ്, ഏതാണ് നമ്മളെ മുലാഫ്, മുലാഫിനോട് മുലാഫ് എന്തുകൊണ്ട് വൈറസാലിമായി? വൈറസാലിം ശരിക്ക് ഇല്ലത്തിന്റെ അക്ഷരങ്ങളാണല്ലോ ശരിക്ക് വൈറസാലിമായ സാധനങ്ങൾ. പിന്നെ തളൈഫിനെ തൊട്ട് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ എന്തിനാ? തളൈഫിന് എന്തിനോട് സാദൃശ്യത ഉണ്ട്? ഈ ഇഴലാലിനോട് അഥവാ മുഴത്തലുകളോട് സാദൃശ്യത ഉണ്ട്. അഥവാ മുലാഫായ കലിമത്തുകൾക്ക്, ഫിയലുകൾക്ക് ആരോട് സാദൃശ്യത ഉണ്ട്? മുഴത്തലുകളോട് സാദൃശ്യത ഉണ്ട്. എന്തിന്റെ വിഷയത്തില്? ചില അഹ്കാമുകൾ അതിനോട് ചേരുന്നു, അല്ലെങ്കിൽ അവിടെ അതാണ് സാദൃശ്യത അല്ലെ. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാൽ, രൂപത്തിൽ സാദൃശ്യമായതുകൊണ്ട് ആ കത്തിഫിലുണ്ടായിരുന്ന തഖ്ഫീഫ് ചെയ്യുന്ന പരിപാടി ഒരു ഹുക്കുമുണ്ട്, അത് ഇതിനും കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ വായിക്കാം, ഫഅഷ്ബഹു ത്വലിഖ ബികത്തിഫിൻ, കത്തിഫ് എന്നതിനോട് അവർ എന്താണ് ത്വലിഖ് എന്നതിനെ സാദൃശ്യപ്പെടുത്തി. ഫസക്കനൂ ലാമഹു, അങ്ങനെ അവർ ത്വലിഖ് എന്നതിന്റെ ആ ലാമിനക്ക് സുക്കൂൻ നൽകി, സുക്കൂൻ കൊടുത്തു. ഇതുപോലെ കത്തിഫ് എന്നതിന് താനിക്ക് സുക്കൂൻ കൊടുക്കുന്നത് പോലെ, ഓക്കെ, കത്ഫ് എന്നാക്കുന്നത് പോലെ. അപ്പൊ എന്തുണ്ടായി? ഫൽതഖാ സാക്കിനാനി, രണ്ട് സുക്കൂനുള്ള അക്ഷരം കണ്ടുമുട്ടി. അപ്പൊ ഫഹറകൂ, അവർ തഹരീക്ക് ചെയ്തു, ഹർക്കത്ത് കൊടുത്തു. ആർക്ക്? അൽ ഖാഫ, ഖാഫിനിക്ക് ഹർക്കത്ത് കൊടുത്തു. ഒന്നാമത്തേന് കൊടുക്കാൻ പാടില്ല, നമ്മൾ പറഞ്ഞല്ലോ. അവർ രണ്ടാമത്തെ അക്ഷരമായ ഖാഫിനിക്ക് അവർ ഹർക്കത്ത് കൊടുത്തു. എന്നിട്ടോ ഫതഹൂഹ, അവർ ആ ഖാഫിനിക്ക് ഫതഹ് കൊടുത്തു. അതെന്തിനാ? കസ്റുൽ ലം എന്തുകൊണ്ട് കൊടുത്തില്ല? ഫതഹ് എന്താ കൊടുത്തത്? ഇത്ബാഅൻ, അവർ ആ ഖാഫിനെ പിന്തുടർത്തിയതിനു വേണ്ടി. ആരോട് പിന്തുടർത്തി? ലിഹർക്കത്തി അഖറബിൽ മുതഹർരികാതി ഇലൈഹാ, ലിഹർക്കത്തി അഖറബിൽ മുതഹർരികാതി ഇലൈഹാ, ആ ഹർക്കത്തുള്ള അക്ഷരങ്ങളിൽ കാഫിലേക്ക് അഖറബായ, ഹർക്കത്തുള്ള അക്ഷരങ്ങളിൽ കാഫിലേക്ക് അഖറബായ, അല്ല കാഫിലെ കാഫല്ലേ, കാഫിലേക്ക് അഖറബായ അക്ഷരമേതോ അതിന്റെ ഹർക്കത്തിനോട് പിന്തുടർത്തിയതിനു വേണ്ടി. അപ്പൊ ആ കാഫിനോട് മുത്തഹരിക്കാത്ത ഇവിടെ രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് ഈയും പിന്നെ തോ. ഈ മുത്തഹരിക്കാത്തുകൾ കാഫിനോട് അഖറബാരാ? തോ ആണ്. അതിന്റെ ഹർക്കത്ത് ആരാ? ഫത്താണ്. ആ ഫത്തഹിനോട് എന്താണ് പിന്തുടർത്തി, അങ്ങനെ ഫത്ത് കൊടുത്തു. മറ്റൊരു ന്യായം തഖ്ഫീഫ്, കമാൽ എന്നവര് തഖ്ഫീഫാണ് പറഞ്ഞത്. വതഹ്സീലൻ ലിൽ അഖഫി മിനൽ ഹർക്കത്തി അല്ലതി ഫുറ മിൻഹാ അനിൽ കസറത മാ കറാഹത്തി ഉറൂദിഹാ ലി ആഖിരിൽ ഫിഅലി വസ്തിസ്ഖാലൻ ലിൽ ളമ്മതി. കമാൽ എന്നവര് അവിടെ നല്ല ഒന്നും കൂടി കൂട്ടിയിരിക്കുന്നു. എന്താണ്? വതഹ്സീലൻ ലിൽ അഖഫി, അഥവാ ഫത്ത് കൊടുക്കാനുള്ള ന്യായം പറയണത്, ഇവിടെ നമ്മൾ രക്ഷപ്പെട്ട് പേടിച്ച് രക്ഷപ്പെട്ടത് ആരെ തൊട്ടാ? കസറിനെ തൊട്ടാണ്. എവിടെ?
ആ ലാമിന്റെ അവിടെ ലാമിന്റെ കസറിന്റെ സിക്കല് കസറിനാൽ ഉണ്ടായ സിക്കലിനെ ഒഴിവാക്കാനാണ് നമ്മൾ സുക്കൂനിലേക്ക് പോയത്. അപ്പൊ ഇനി കസർ വരിക എന്നുള്ളത് അത് നടക്കൂല. അപ്പൊ കസറിനേക്കാൾ അഹഫായ ഹർക്കത്ത് വേണം. അസ്കൽ എടുക്കാൻ പറ്റുമോ? അപ്പൊ ലൊമ്മും പറ്റൂല എന്നായി. അഹഫാര പത്തക മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ മാത്രമല്ല കസർ എടുക്കുമ്പോ വേറെ കുഴപ്പമുണ്ട്. ഈ കസർ മൂപ്പര് പറയണത് കസർ ആഖിറുൽ ഫീലിനോട് ചേരുക എന്നുള്ളത് വെറുപ്പുള്ള കാര്യമാണല്ലോ. നമ്മള് നൂനിൽ വിക്കായത്തൊക്കെ അതിനെ തൊട്ട് സംരക്ഷിക്കാനാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫീലിന്റെ അവസാനത്തിൽ കസർ ചേരണ്ട, അതിനെ തൊട്ട് സംരക്ഷിക്കാനാണ് നൂനിൽ വിക്കായ. അപ്പോ അവസാനത്തെ ഫീലിന്റെ ആഖിറിനോട് കസർ ചേർന്ന് വരിക എന്നുള്ളത് ഒരു വെറുപ്പുള്ള കാര്യമാണല്ലോ. അപ്പൊ ഇൻതൊൽഖി എന്ന് പറയല്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ കസർ പറ്റൂല തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഫതഹ് കൊടുത്തത്. പിന്നെ ഷാരി വീണ്ടും പറയാണ് ഒരു ന്യായം ഇത്ബാ അല്ലി ഹർക്കത്ത് ഫതഹ് കൊടുക്കാനുള്ള ന്യായം. ഇനി ഇത്ബാ കത്തഫ് വലിയ അന്നഹും പിന്നെന്തേ കാരണം? തീർച്ചയായിട്ടും അവർ ലൗ കസറു അവർ കസർ കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കേട്ടോ, മുമ്പ് പുതിയൊന്നും മനസ്സിലാക്കാനില്ല. അവര് കാഫിനിക്ക് കസർ കൊടുത്താൽ എന്താ പ്രശ്നം? നേരത്തെ ലാമിന് ഉണ്ടായി കസർ ഉണ്ടായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഓടിയത്. അഥവാ ആ സിഖൽ ഉണ്ടായത് രക്ഷപ്പെടാനാണ് സുക്കൂൻ കൊടുത്തത്. എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെന്താണ് വീണ്ടും ആ ഭാരം ചാർത്തി കൊടുക്കാൻ പറ്റുമോ? ചുമത്തി കൊടുക്കാൻ പറ്റുമോ? അതാണ് പറയണത്. അവർ കസർ കൊടുത്താൽ, ആർക്ക്? ഖാഫിനിക്ക് കസർ കൊടുത്താൽ ലസിമ മാ ഫുറ മിൻഹു ഒന്ന് അവിടെ ഉണ്ടാകും. എങ്ങനത്തെ ഒന്നാണ്? ഫുറ മിൻഹു അതിനെ തൊട്ട് പേടിച്ചോടപ്പെട്ടു. എവിടെ? ഫിസാക്കിനിൽ ഔവലി ഒന്നാമത്തെ സാക്കിന്. അപ്പൊ ഒന്നാമത്തെ സാക്കിനാകുന്ന ലാമിൽ ഏതൊരു ഹർക്കത്തിനെ തൊട്ടാണ് പേടിച്ചോടപ്പെട്ടത് ആ ഒരു ഹർക്കത്ത് ഉണ്ടാകും കസർ കൊടുക്കുമ്പോ. കസർ എന്ന ഹർക്കത്ത് തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഹർക്കത്ത് ഉണ്ടാകും. വഹുവൽ കസറു. ആ മാഫുർ ഏതാ? മാഫുറ മിൻഹു വഹുവൽ കസറു. അത് കസറാണ്. അപ്പൊ കസർ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ? സിഖലാണ്. ഇനി വലം യൽദഹൂന്ന് മത്തിന് പറഞ്ഞല്ലോ. അപ്പൊ ഇതേ അവസ്ഥ തന്നെ. ലം യൽദഹൂലുള്ളതും ഇതുപോലത്തെ സാഹചര്യമാണ്. അതായത് ലം യലിദ് എന്ന് പറയുമ്പോ കത്തിഫിനോട് സാദൃശ്യമായല്ലോ. യലിദ് ആ ഹൂന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏതൊരു കിതാബിൽ പറയുന്നുണ്ട് ആ ഹൂക്ക് അവിടെ കമാലിനാന്ന് തോന്നുന്നു. ഷർഹുൽ കമാലില് പറയുന്നുണ്ട് ഹൂല് വലിയ കഥ ഇല്ല. ലം യലിദ് അതാ ബൈത്തിൽ അങ്ങനെ വന്നിക്കണ് എലിദുഹൂന്ന്. അപ്പൊ ലം എലിദ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പറയാം? നമുക്ക് ലം എൽദ എന്ന് പറയാം. കാരണം എലിദ് എന്നുള്ളിടത്താണ് കാര്യം. അത് കത്തിഫിനോട് സാദൃശ്യമായി. അപ്പൊ എൽദ് എന്നാക്കി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഫതഹ് കൊടുത്തു. അപ്പൊ എൽദ എന്നായി. അപ്പൊ വലം എൽദഹു എന്ന മാത്തിന്റെ കൗലിലേക്ക് ഷാരി കൊണ്ടുപോവാണ്. അതായത് മാത്തിന്റെ കൗല് അത് ഒരു കവിതയിൽ നിന്ന്, ഒരു ഷെയറിൽ നിന്ന് പോകുന്നതാണെന്ന് സൂചനയാണ്. അതാണ് വകദാലിക ഈ ഇൻതൊൽഖ പോലെയാണ് ഖൗലു ഷാഇരി ഒരു ഷാഇറിന്റെ ഖൗലാകുന്നത്. അജിബ്തുലി മൗലൂദിൻ വലൈസ ലഹു അബുൻ വദീ വാലദിൻ ലം യൽദഹു അബവാനി വദീ ശാമത്തിൻ സൗദാ ഫീ ഹുർരി വജ്ഹിഹി മുജല്ലലത്തിൻ ലാ തൻജലി ലിസമാനി ويكمل في 59 شبابه ويهرام في 7 ملت وثماني. ഈ ബൈത്ത് നല്ല രസമുള്ളൊരു ബൈത്താണ്. ഈ ബൈത്തിലൊരു കടങ്കഥയാണ് അടങ്ങിയിരിക്കുന്നത്. കടങ്കഥ ആർക്കെയും കണ്ടെത്താൻ പറ്റുമോ? സിമ്പിളാണ്. ആദ്യത്തെ സിമ്പിളാണ്. അജിബ്തുലി മൗലൂദിൻ ഒരു കുട്ടിയെ തൊട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു പ്രസവിക്കപ്പെട്ട കുട്ടി. ഏത് സ്ഥിതിയിൽ? വലൈസ ലഹു അബുൻ ആ മൗലൂദിനിക്ക് വാപ്പയേ ഇല്ല. അപ്പൊ വാപ്പയില്ലാത്ത നിലക്ക് പ്രസവിക്കപ്പെട്ട, ജന്മം നൽകപ്പെട്ട കുട്ടിയുടെ കാരണത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു എന്നാണ്. അതാരാ? ഈസാ നബി അലൈഹിസ്സലാം. വാപ്പയില്ലാതെ ജന്മം നൽകപ്പെട്ട മൗലൂദ്. അതിന്റെ കാരണത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ആരുടെ കാരണത്താലും ഞാൻ അത്ഭുതപ്പെട്ടു? വദീ വലദിൻ വലതുടേവൻ, കുട്ടിയുള്ള ആള്, സന്താനമുള്ള ആൾ. എങ്ങനത്തെ സന്താനമുള്ള ആൾ?
എങ്ങനത്തെ സന്താനം എന്നല്ല, എങ്ങനത്തെ സന്താനമുള്ള ആൾ. ലം യൽദഹു അബവാനി, ഒരു മാതാപിതാക്കൾ ആയ അദ്ദേഹത്തിനിക്ക് ജന്മം നൽകിയിട്ടില്ല. മാതാപിതാക്കൾ ജന്മം നൽകാത്ത വലതുള്ള സന്താനമുള്ള ആൾ അതാരാ? ആദം നബി അലൈഹി സ്വലാം. കുട്ടി നരൻറ്റോ? നേരത്തെ പറഞ്ഞ അല്ലി മൗലൂദി നരൻറ്റോ? അവിടെ വസന വെക്കൂല. പിന്നെ ആശയത്തില് ആദം നബി അലൈഹി സ്വലാം കുട്ടിയായിരുന്നോ? അപ്പൊ വലദിൻ, അതാണ് വലദിൻ, കുട്ടിയുള്ള ആള്, മൗലൂദല്ല. അത് സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവും. അപ്പൊ തെളിവ് എവിടെയാണ്? ലം യൽദഹു അബവാനി, അവിടെ തെളിവ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചോദിക്കട്ടെ, അടുത്ത് കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ. വദീ ഷാമത്തിൻ, ആഷി ഷറഹൊന്നും നോക്കരുതിട്ടാ. ഇത്ര അടിയിൽ ഒരു ആഷി ഉണ്ട്, 2 ഷറഹുണ്ട്, ഈ ജാർബർജി കൂട്ടാതെ. അപ്പൊ അതൊന്നും നോക്കരുത്. വദീ ഷാമത്തിൻ സൗദാ ഫീ ഹുർരി വജ്ഹിഹി, ദീ ഷാമത്തിനെ തൊട്ടും ഞാൻ അതിന്റെ കാരണത്താലും ഞാൻ അത്ഭുതപ്പെട്ടു. ദീ ഷാമത്ത് എന്ന് പറഞ്ഞാല് ഒരു നമ്മളെ പാടെന്നൊക്കെ പറയല്ലോ, മുഖത്ത് ഇങ്ങനെ ഒരു കറുത്ത പാട്, മുടിയൊക്കെ ചിലപ്പം പൊന്തി വരും, വെളുത്ത മുഖത്ത് ഇങ്ങനെ ഒരു കറുത്ത പാട്, ഒരു കുരുമാരി സാധനം ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ മറുക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വെളുത്ത ആളുകൾക്കൊന്നും ഇങ്ങനെ ഒരു മുഖം ഒന്ന് നിറം മാറി വരും, ഒരു കറുത്ത മാരിയാവും. നമ്മളൊരു ക്രീം ഇട്ട് കണ്ടൊക്കെ ഇതൊക്കെ എടുക്കണ, അതിനൊക്കെ ഷാമത്ത് വരും. അതിന്റെ ഒറിജിൻ അസില് നിറത്തിനോട് എതിരായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഇത്, അതിനാണ് ഷാമത്ത് എന്ന് പറയാ. അപ്പൊ അങ്ങനത്തെ ഷാമത്തുടയ വസ്തു, ഒരു അടയാളമുടയ വസ്തു, ഈ മറുകുന്ന എന്താ ചോദിച്ചോളി, അതുടയ വസ്തുവിന് അതിന്റെ കാരണത്താലും ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനത്തെ ഷാമത്താണ്? സൗദാ, കറുത്ത നിറത്തിലുള്ള. അത് തന്നെ എവിടെയാണ്? ഫീ ഹുർരി വജ്ഹിഹി, എവിടെയുള്ളതായ ആ ദീ ഉണ്ടല്ലോ, ദീമകാണ് വജ്ഹിഹിന്റെ ലമീർ ദീ, ആ ഷാമത്തുടയ വസ്തുവിന്റെ വസത്ത്, ഹുർറ് എന്ന് പറഞ്ഞാൽ വസത്ത്. അവ ആ ഷാമത്തുടയ വസ്തുവിന്റെ വജ്ഹിന്റെ വസത്തിൽ, അതിന് നടുവില് എന്നർത്ഥം, മനസ്സിലായില്ലേ? പിന്നെ അങ്ങനത്തെ ഷാമത്താണ് മുജല്ലിലത്തിൻ എന്ന് വായിക്കേണ്ടി വരും. മുജല്ലിലത്തിൻ, കാരണം മുഹത്തിയത്തിൻ എന്നാണ് അർത്ഥം. ഹാഷിയ ഇബ്നു ജമാഅ തങ്ങളൊക്കെ ഹാഷിയില് കൊടുത്തത്, വേറെ അർത്ഥം കൊടുത്തവരുണ്ട്, ഇവിടെ പല റിവായത്തും വന്നിട്ടുണ്ട്. ഏതായാലും മുജല്ലിലത്തിൻ എന്നുള്ള റിവായത്ത് അതാണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. അവിടെ ഇബ്നു ജമാഅ തങ്ങൾ അവിടെ അർത്ഥം കൊടുക്കുന്നുണ്ട്. എവിടെ? മുജല്ലിലത്തിൻ മുഹത്തിയത്തിൻ ലിബയാദിൽ ഖമരി, ആ ഖമർ അതാ ഒന്നുമില്ല, ഞാൻ ഉത്തരം പറഞ്ഞില്ലേ, ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കായിരുന്നു. കടങ്കഥല്ലേ ഇത്, ഇതെന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ നിൽക്കായിരുന്നു. ഇനിയിപ്പോ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവോ നോക്കട്ടെ. ഇനിയിപ്പോ കമറാണ് ഉത്തരം, കമറിന് ഇങ്ങനെയൊക്കെ ഉണ്ടോ നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം നോക്കട്ടെ. അപ്പൊ വദീ ഷാമത്തിൻ സൗദാ ഫീ ഹുർരി വജ്ഹിഹി, മുഖത്തിന്റെ വസത്തിലുള്ള കറുത്ത പാടുടയ വസ്തുവിന്റെ കാരണത്താൽ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനത്തെ? ആ ഷാമത്താണ്, പാടുന്നൊക്കെ ഒരു വെക്കാണ്. മുജല്ലിലത്തിൻ, അത് ആ വസ്തുവിനെ മൂടുന്നു, ആ വസ്തുവിനെ മറക്കുന്നു. യുഗത്തി തഹത്തി എന്ന് പറഞ്ഞാൽ എന്താ? അവാനിയൊക്കെ അല്ലേ, തഹത്തിയത്തുൽ അവാനി. പിന്നെ എങ്ങനത്തെ ഷാമത്താണ്? ലാ തഞ്ചലി, അത് നീങ്ങിപ്പോവില്ല. ലി സമാനിൻ, ഒരു കാലത്തും, ഒരു കാലത്തിലും. ലാമ ഫീന്റെ മാനാക്ക് വരും ഇല്ലേ? എന്താണ് എത്ര മാനാക്ക് ഉണ്ടല്ലോ ലാമേ. അപ്പൊ ഒരു കാലത്തിലും നീങ്ങിപ്പോവുകയില്ല. അപ്പൊ ചന്ദ്രനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ചന്ദ്രനിൽ നിന്ന് നീങ്ങിപ്പോവില്ല. ചന്ദ്രൻ ഉണ്ടാകുമ്പോഴൊക്കെ ഈ സാധനം ഉണ്ടാകും, ഈ ഒരു ഷാമത്ത്, അത് എപ്പോഴും ഉണ്ടാകും. അത് മുജല്ലിലത്താണ് എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനെ പറ്റിയൊക്കെ വ്യാഖ്യാനിക്കാനുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഷാമത്ത് മനസ്സിലായ? ജലാൽ മനസ്സിലായ? ഷാമത്തോടെ, ചന്ദ്രനോട് ഷാമത്ത് ഷാമത്ത് എന്താ അറിയോ? നിങ്ങൾ ചന്ദ്രനെ നോക്കുമ്പോ അങ്ങനെ ഒരു ഭൂപടം മാതിരി കുറച്ച് നിറം കുറഞ്ഞിട്ട്, അതാണ് ഷാമത്ത്. അതായത് ചന്ദ്രൻ മഞ്ഞ കളറാണ്, അതിന്റെ ഉള്ളിൽ അധികം പരന്നിട്ട് എന്തുണ്ടാക്കും?
അതിൻ്റെ ഒരു നിറം കുറഞ്ഞിട്ടൊരു നിങ്ങളിന്ന് രാത്രി ഉണ്ടെങ്കിൽ നോക്കി നോക്കി വേണ്ടി മഴ ഇല്ലെങ്കിൽ അപ്പൊ കാണാം. അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കി, ഫോണില് ഫോട്ടോ എടുത്ത് നോക്കി, ഫോട്ടോത്തിൽ നോക്കി ഉണ്ടാകും ഒരു ഇങ്ങനെ ഭൂപടം പോലെ. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, നേരമില്ല. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ അതാണ് ഈ ക്ഷാമത്തോണ്ട് ഉദ്ദേശം. അത് എപ്പോഴും ഉണ്ടാകും. മുജല്ലിയത്ത് ആകുമ്പോ കമറിന് നന്നായിട്ട് മൂടുണ്ടത്. അപ്പൊ എന്താ ഉദ്ദേശം എന്ന് പറയാം. അപ്പൊ എന്നെ പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണ്, ആ ഉള്ള സ്ഥലത്ത് അവിടെ മൂടുണ്ടല്ലോ, അപ്പൊ അവിടെ ഉള്ളിടത്ത് പിന്നെ മഞ്ഞ കുറഞ്ഞില്ലേ, അവിടെ ഇനി ഉള്ളിൽ കൂടി മഞ്ഞ അടിച്ചാൽ പിന്നെ സാധനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുള്ള സ്ഥലത്ത് ആ ഭാഗത്ത് അത് മൂടുണ്ടല്ലോ. ഒന്നായിട്ട് കമറിന് മൂടുന്നില്ലെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചവരൊക്കെ ഉണ്ട്. ഇനി ഇത് അവസാനിപ്പിക്കാണ്. അത് നിങ്ങൾക്ക് ഞാൻ തരാം. അത് ശരിയാണോ? വയക്കുമുലു ഷബാബുഹു എന്നാണ് ഫായില്. അതിന്റെ യുവത്വം, ആ ക്ഷാമത്തുடைய വസ്തു ഉണ്ടല്ലോ, അതിന്റെ യുവത്വം പരിപൂർണമാകുന്നു ഫി തിസ്ഇൻ വഖംസിൻ. 9, 5. അപ്പൊ 9ഉം 5ഉം എന്ന് പറഞ്ഞാൽ 14. 14 അതിന്റെ യുവത്വം പൂർത്തിയാകുന്നു, പരിപൂർണ ചന്ദ്രനാകുന്നു, യുവത്വം പൂർത്തിയായി. വയഹ്റമു ഹറമയഹ്റമുന ഹറമയഹ്റമു അങ്ങനെ ഉണ്ടാവുക. ഹരിമയഹ്റമു ഹറമ് ഫഅല ഫഅലുന് ഫഅലുണ്ടല്ലോ അല്ലേ. അപ്പോ വയഹ്റമു അത് വാർദ്ധക്യം ബാധിച്ചതാകുന്നു, പ്രാപിക്കുന്നു. ഫി സബ്ഇൻ മലത് വസമാനിൻ, കഴിഞ്ഞു പോയ 7 വസമാനിൻ പിന്നെ 8ഉം. അത് 7ഉം 8ഉം എത്ര? 15 ആകുമ്പോ വാർദ്ധക്യം നശിക്കാൻ തുടങ്ങുന്നു. അതായത് പൂർണ്ണചന്ദ്രനായിട്ട് വീണ്ടും പിന്നെ ഇങ്ങനെ തലക്കുന്ന മായാൻ തുടങ്ങുമല്ലോ. അപ്പൊ അതാണ്, അതായത് അതിന്റെ യുവത്വം പൂർണ്ണമായതിനു ശേഷം പിന്നെ ഇങ്ങനെ നശിക്കാൻ തുടങ്ങുന്ന വാർദ്ധക്യം ബാധിക്കാൻ തന്നെ പറഞ്ഞത്. അതാണ് വയഹ്റമു ഫീ സബ്ഇൻ മലത് വസമാനിൻ, 7 ദിവസം, അയ്യാമിൻ സബ്ഇൻ മലത് വസമാനിൻ, അങ്ങനൊക്കെ തവീൽ ചെയ്യാ. പല തവീലുകളുണ്ട്. ഈ ഷറഹുൽ കമാൽ ഉണ്ട്, അതിന് മഖ്തൂത്താണ്. അതിന്റെ വക്കത്തു കൂടിയൊക്കെ ഇങ്ങനെ താലീഖാത്തുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ വിശദീകരിക്കും ഈ ബൈത്തൊക്കെ. അപ്പൊ അതിനാണ് ഇതിന്റെ പല ഷറവും വായിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഖലറി യസ്ദി വല്ലാതെ വിശദീകരിച്ചിട്ടില്ല ഇത്, ഇപ്പൊ ഇതാ വിശദീകരിക്കാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം നല്ല ഉഷാറായിട്ട് വിശദീകരിക്കും. സൂപ്പർ ശാരിയാണ് ഖലറി യസ്ദി. അപ്പൊ അതൊക്കെ വായിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും അവിടെ വെച്ച് നമുക്ക് നിർത്താം. ബാക്കി അല്ല, അവിടെ ഒരു 2 വരിയും കൂടി ഉണ്ടല്ലോ അല്ലേ, അതൊന്നും പറയാനില്ല. ഇവിടെ ഈ ലം യൽദഹു എന്നുള്ളതിന്റെ ഇപ്പൊ ഉദാഹരണമായിട്ട് കൊടുന്നാണ് ഇപ്പൊ ഇത്. ഞാൻ എന്റെ വാക്യായിട്ട് പറയാണ്. ഈ ലം യൽദഹിന്റെ ഉദാഹരണം കാരണം എന്താ? ഫൈന അസ്ല ലം യൽദഹു ലം യലിദുഹു. ലം യൽദഹു എന്നതിന്റെ അസ്ൽ എന്തായിരുന്നു? ലം യലിദുഹു എന്നായിരുന്നു. സുമ്മ ലമ്മ സുക്കിനല്ലാമു തശ്ബീഹം ബികതിഫിൻ, കത്തിഫ് എന്നതിനോട് സാദൃശ്യമാക്കപ്പെട്ടതിന് വേണ്ടി ലാമിനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ ചെയ്യപ്പെട്ടപ്പോ വൽതഖ സാക്കിനാനി, 2 സുക്കൂനുള്ള അക്ഷരം കണ്ടുമുട്ടുകയും ചെയ്തപ്പോൾ ഹുരിക ദാലു, അവസാനത്തെ അക്ഷരമായ ദാലിനിക്ക് അഥവാ രണ്ടാമത്തെ സാക്കിനായ ദാലിനിക്ക് ഹർക്കത്ത് ചെയ്യപ്പെട്ടു ബിൽ ഫത്ഹി, ഫത്ഹ് കൊണ്ട്. അതെന്തേ കാരണം? ലിമാ മറ, നേരത്തെ കഴിഞ്ഞു പോയ ഇല്ലത്തിന്റെ വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി വറാദ ബിൽ മൗലൂദി, ഇവിടെ മൗലൂദ് എന്നുകൊണ്ട് മുസന്നിഫ് ആ ഷായർ ഉദ്ദേശിച്ചത് ഈസ എന്നാ പറഞ്ഞിട്ടല്ലോ. അലൈഹി സ്വലാം 2 ശേഷം പറയുന്നുണ്ട്. നിങ്ങള് ഷാരി അങ്ങനെ എന്താ ഈസ എന്ന് മാത്രം പറഞ്ഞു തോന്നണ്ട. വബിദിൽ വലദി ആദമ, ദിൽ വലത് കൊണ്ട് ഉദ്ദേശിച്ചത് ആദമ അലൈഹിമസ്സലാമു. ഓക്കെ. വബിദി ഷാമത്തിൻ ഇലാ ആഖിരിഹി എന്നുണ്ടാവും. ദീ ഷാമത്തിൻ എന്ന അതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ ഖമറ, ഖമറിനെയാണ്, ചന്ദ്രനാണ് ആ പുള്ളി. അപ്പൊ ഏതാനും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു ചർച്ച വളരെ അപൂർവമായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരാത്ത ചർച്ചയാണ്. സാധാരണ ഓതുന്നിടത്തൊന്നും. അപ്പൊ ഇതിന്റെ ഷറഹും മറ്റു ഷറഹുകളൊക്കെ നോക്കിയിട്ട് നോക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.